ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും രാവിലെ ചായക്ക് അപ്പമാണ് ഉണ്ടാക്കിയത്. ഉഴുന്നും ഈസ്റ്റൊന്നും ചേർക്കാത്ത വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് മീൻ കറിയാണ് ഉണ്ടാക്കിയത്. ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് കറിയും വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. രസം ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ ആദ്യം. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി അധികാരം ചേർക്കലില്ല, പക്ഷേ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് മത്തി എന്നല്ല, ഏത് കറി അയിലാണെങ്കിലും കിളിമീനാണെങ്കിലും ഒക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ മീൻ കറി ഒട്ടും വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണിച്ചത്. സിമ്പിളായിട്ട് ഈ മുഴുവനായിട്ടും കാണിച്ചിട്ട് 2-3-4 വീഡിയോകൾ ഞാൻ മീൻ കറീൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് കാണിച്ചാത്തത്. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ അതാ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിനിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണത്. കൊച്ചിക്കോയ എന്നും പറഞ്ഞിട്ട്. നമുക്കതിൻ്റെ പേരും അറിയില്ല, നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉറുക്കിയെടുക്കുക. പഴമൊക്കെ എത്ര ഉണ്ടെങ്കിലും എടുത്തോളൂ കേട്ടോ. അത് തേങ്ങയിലുണ്ടാക്കി വരുമ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് ഞാൻ അത്രയും ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് അവിലേ ഉണ്ടാകുന്നുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മധുരം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടച്ചെടുക്കണ സാധനം ഉള്ളവർ അത് വെച്ചിട്ട് ഉടച്ചെടുക്കുക. നമ്മളെ കയ്യിൽ അതില്ല, അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ. ചിലർ കൈ വെച്ചിട്ടൊക്കെ ഇത് ഞരടി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനൊരു ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പാല് കാച്ചിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല് കാച്ചി വെച്ചതാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം നമ്മൾക്ക് തേങ്ങൻ്റെ പാലെടുക്കാം കേട്ടോ. ഒരു മുറി തേങ്ങൻ്റെ പാലോ ഒക്കെ മതി ഇതിലേക്കൊക്കെ കേട്ടോ. ഒരുപാട് പാലൊന്നും വേണ്ട. ഇനി പാല് ചേർക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാൽ ഒഴിച്ചാലും മതി. പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ, ഈ നാരങ്ങ നീരും പാലും ചേർന്നാൽ പിരിഞ്ഞു പോകില്ലെന്ന്. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഞാനിതിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അധികം ആരും ഉപ്പ് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനത് കുറച്ച് ഇടുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് കേട്ടോ. ആരും അങ്ങനെ ഉപ്പിടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഉപ്പിട്ടുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിലൊക്കെ നല്ല ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നെയ്യൊക്കെ ചേർത്തിട്ട് അവിൽ നല്ല ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു മുരിയനാവുന്ന വരെ കരിയാതെ വറുത്തെടുക്കുക. വെറും ചട്ടിയിലിട്ടിട്ട് വറുത്തെടുത്തതാണ് ഞാൻ. അപ്പം ഞാൻ ആദ്യം ഒന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിലൊക്കെ എടുത്തിട്ട്, ഇത് കൈ വെച്ചിട്ടാണല്ലോ എല്ലാവരും കഴിക്കണ കാണുന്നത്. അപ്പം ഞാനും അതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കഴിച്ച് നോക്കിട്ടോ. നമ്മൾ വെറുതെ ഇത് പറയണ കേൾക്കുമ്പോൾ അത് രസമല്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ അത് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അവിലും പഴമൊക്കെ ഞാൻ നോമ്പിന് എല്ലാ ദിവസവും എനിക്ക് അവിലും പഴം വേണം. അത് ഞാൻ പഴമൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ അവിലൊക്കെ ജ്യൂസിൻ്റെ അവിലും വാങ്ങും. ഈ അവിലാണെങ്കിലൊക്കെ ഇട്ടിട്ട് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല ഇത്. ഇൻഷാ അല്ലാ ഇനി നോമ്പാവുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. ഇത് വേറൊരു ടേസ്റ്റ് കേട്ടോ. ഈ ഉള്ളി ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ. ഇതിനിപ്പോൾ വലിയ ചിലവൊന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു കുടുംബത്തിനാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ആൾക്കൊക്കെ ആണെങ്കിൽ 1/2 കിലോ പഴം ഉണ്ടായാൽ മതി. ഞാൻ ഇപ്പോൾ ഇതൊരു 1.5 കിലോ പഴം കൊണ്ട് ഉണ്ടാക്കിട്ടോ. ഞങ്ങൾക്ക് ആർക്കും തികഞ്ഞല്ല. കാരണം നമ്മളിത് കഴിച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇതിന്. ഈ പഴം മിക്സിയിലിട്ട് അടിച്ചരുത് കേട്ടോ. ഇതുപോലെ അങ്ങനെ ഉടച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും